നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. കഴിഞ്ഞില്ലേ ഏട്ടാ? ആ ഇപ്പൊ കഴിയുമോനെ, നീ ധൃതി വെക്കാതെ. ചേട്ടന് പാടില്ലായിരുന്നെങ്കിൽ നേരത്തെ പറയായിരുന്നില്ലേ? 2 ദിവസമായില്ലേ ഞാൻ ഫോൺ വന്നിട്ട്? നേരത്തെ ഒന്ന് റെഡിയാക്കി വെക്കായിരുന്നല്ലോ. ആ കഴിഞ്ഞടോ, നീ ഇങ്ങനെ ചൂടാവാതെ. കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഡിലേ ആയത്. ഓക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ അല്ല? എത്രയായി? 1000. 1000? ഇതെന്ത് കുറച്ചില്ലേ? അവൻ തരാൻ പറ്റില്ല. ന്യായമായ ചാർജ് പറയട്ടെ. ന്യായമായത് തന്നെയാ പറഞ്ഞത്. അന്യായമായി പലതും ഞാൻ അതിൽ കണ്ട്. അതെന്താണെന്ന് പറയണോ? അല്ല, നീ ആ ഗംഗാധരൻ ചേട്ടന്റെ മോനല്ലേ? അതെ ചേട്ടാ. മൊബൈൽ എന്താണെന്ന് ഞാൻ പറയണ? വേണ്ട, ആ പൈസ ഞാൻ തരാം. ശരി ശരി. ഇത് കൊള്ളാലോ. വെറുതെ 2 വാക്ക് പറഞ്ഞപ്പോ 1000 രൂപ കയ്യിൽ വന്നു. ഈ ടെക്നിക്ക് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ആ നോക്കാം, ഇനി അവസരം വരുമല്ലോ. ചിരു, ആരും വന്നല്ലോ. അച്ഛനായിരിക്കും. നല്ല വെയിലല്ലേ, ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വിളിച്ച് വന്നാ മതിയെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. നമ്മുടെ അച്ഛനല്ലേ, കുറച്ചെങ്കിലും ആവതുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് കാശൊന്നും കൊടുക്കില്ല. വിഷു കഴിഞ്ഞ പിന്നെ നീയും ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയില്ലേ ചിലങ്കെ? ഓ, വീടിന്റെ ഷെയർ കൊടുത്താലേ വിനയും നിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞിരിക്കല്ലേ? അല്ല, അയാൾ ഇവിടെ വന്ന് വിളിച്ചിട്ട് ഞാൻ പോവാതിരുന്നതാ. ആണോ? അതെ. ഓ, അല്ല, ഈ ആനന്ദം മാഷിന്റെ പെൺമക്കൊക്കെ എന്താ പറ്റിയത്? ഇന്ദ്രൻ വന്ന് വിളിച്ചിട്ട് അനുപമയും പോയില്ലെന്ന് കേട്ടു. അല്ല, അവളില്ലേ ഇവിടെ? ഓ ഉണ്ട്. അനു ചേച്ചി, അമ്മായിയമ്മ വന്നു. ഇരിക്കാൻ പറ. വലിയൊരു തയ്യൽക്കാരി. എടി, ഇത് ചവിട്ടം പഠിച്ചെന്ന് വെച്ച് ഇത്ര വലിയ തലക്കനൊന്നും വേണ്ട. എക്സ്പീരിയൻസ് കുറവാ. തയ്ക്കുന്നേന്ന് കണ്ണെടുത്താ കൈ സൂചി കയറും. അതേടി, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചില്ലെങ്കിലേ ചിലപ്പോ നിന്റെ ജീവിതം തന്നെ സൂചി കയറി പോവും. അവൾ ഒരു ജോലി ചെയ്യല്ലേ ആന്റി. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. നിനക്കതിന് അമ്മായിമ്മയില്ലല്ലോ. എടി, വിനയന്റെ അമ്മ കയറി വന്നാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ചെലങ്കെ? അതിന് അവരൊരു പാവം ആന്റി, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിലാ, അല്ലാതെ ആന്റിയെ പോലെയല്ല. അമ്മ ഇരിക്ക്. അയ്യോ, നീ എന്നെ അങ്ങനെ ഇരുത്തൊന്നും വേണ്ട. എടി, സത്യനും ഭാനുവും ഇവിടെ വന്നപ്പോ നീ അവരോട് എന്നെ കുറിച്ച് എന്തൊക്കെയാടി പറഞ്ഞു കൊടുത്തത്? ഇന്ദ്രേട്ടൻ വിളിച്ചിട്ട് ഞാൻ പോവാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ ഞാനിവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. അമ്മയും മകനും എന്നോട് ഈ കുടുംബത്തോടും ചെയ്യുന്നതൊക്കെ ഇനി എല്ലാവരും അങ്ങ് അറിയണം. ഓഹോ, ഞാനും എന്റെ മോനും നിങ്ങളെയൊക്കെ എന്ത് ചെയ്തെന്നാടി പറയുന്നേ? ഓ, നിന്റെ അച്ഛന്റെ ഗതികേട് കൊണ്ട് ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചപ്പോ അതിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും വേണ്ടെന്ന് പറഞ്ഞതാണോടി ഞങ്ങൾ ചെയ്ത തെറ്റ്? ഓ, അല്ല, ഞങ്ങളുടെ അച്ഛൻ വീടിന് അഡ്വാൻസ് വാങ്ങുമ്പോ നിങ്ങൾ വന്നത് മുടക്കി. 10 ദിവസത്തിനകം 1.25 കോടിക്ക് ഈ വീട് വാങ്ങിക്കാൻ ആളെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞു പോയതല്ലേ നിങ്ങൾ? എന്നിട്ട് എവിടെ? പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത നിങ്ങളെ ഞങ്ങൾ എന്തിനു ബഹുമാനിക്കണം? അടി
നിന്റെ ബഹുമാനം എനിക്ക് വേണ്ടടി. പക്ഷേ ഇവള് ഇവള് എന്നെ ബഹുമാനിക്കണം. ഇവൾ എന്റെ മകന്റെ ഭാര്യയാണെങ്കിൽ ഇവൾ എന്നെ ബഹുമാനിക്കണം. പക്ഷേ നിങ്ങളുടെ മകൻ എന്നെ വേണ്ടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് മകനെ മാത്രം മതിയെന്നാ പറഞ്ഞിരിക്കുന്നത്. അതെ, അതെന്തുകൊണ്ടാ നീ ഇവിടെ വന്നിരിക്കുന്നുണ്ട്? എടി, നിന്നോടവൻ പറഞ്ഞതല്ലേ ഈ കുടുംബമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന്. നീ ഇപ്പോ നിന്റെ മോനെയും കൊണ്ട് നീ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ 2 കൈ നീട്ടി അവൻ നിന്നെ സ്വീകരിക്കും. ഇത് ഞാനാ പറയുന്നേ. അമ്മ പറഞ്ഞ മകൻ എന്തായാലും അനുസരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്റെ അച്ഛനെ കൂടെ പറപ്പുകളെ മറന്നുകൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ടാന്നാ എന്റെ തീരുമാനം. ഇതിന്റെ പേര് അഹങ്കാരമെന്ന്. തറവാട് വീട്ടിൽ തെരുവിലിറങ്ങാൻ പോകുന്ന നിന്റെ അച്ഛനെയും കുടുംബത്തെയും തയ്യൽ മെഷീൻ ചവിട്ടി പോറ്റാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ ഇതും കൊണ്ട് ഇവിടെ ഇരുന്നോ? നീ ഓർത്തോടി, ഞങ്ങളുടെ വെച്ചുമോനെ, എന്റെ കൊച്ചുമോനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. എവിടെ എന്റെ കൊച്ചുമോൻ? വെച്ചുമോനെ, അച്ഛമ്മ വന്നിട്ടുണ്ടടാ. മാറങ്ങോട്ട്, ഓടി വാടാ മോനെ. വെച്ചുമോനെ, മോനെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങ ആന്റി. വെറുതെ അവനെ ശല്യം ചെയ്യണ്ട. അവനെ എന്റെ പേരക്കുട്ടിയാ. അവനെ അനന്തമാഷിന്റെ പേരക്കുട്ടിയാ. വിച്ചു മോനെ നിങ്ങൾ ബലമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോവില്ല. എടി, നീ എന്താടി എന്നെ പേടിപ്പിക്കുവാണോ? അയ്യോ, ഞാൻ പേടിപ്പിച്ചാ നിങ്ങൾ പേടിക്കോ? പക്ഷെ മോനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയാൽ നിങ്ങൾ വിവരം അറിയും. മനസ്സിലായോ? ഓ, അപ്പൊ ചേച്ചി എനിക്ക് പറയും 2 കൽപ്പിച്ചല്ലേ? വെറുതെ അല്ലടി ഈ വീട് വിറ്റ് പോകത്ത്. നിനക്കൊക്കെ അത്ര നല്ല പേരാ പുറത്ത്. എടി, 1.25 കോടിക്ക് ഈ വീട് വാങ്ങാൻ ഞാൻ ഒരാളെ കണ്ടെത്തിയതായിരുന്നു. അപ്പോഴാ നിന്റെ ഇളയ അനീത്തിയെ കോവളത്ത് വെച്ച് ഒരുത്തനോട് പോലീസ് പിടിച്ചത്. അതോടെ വീട് വാങ്ങിക്കാൻ വന്നവർ ആ വഴിക്ക് പോയി. എടി, 5 ഇളയോളെ ഇങ്ങനെയാണെങ്കി മൂത്ത 4 ഈ വീടിന് എന്തൊക്കെ പേരുദോഷം കഴിപ്പിച്ചിട്ടുണ്ടാവും അയാള് ചോദിച്ചത്. സൂക്ഷിച്ച് സംസാരിക്കണം. കുത്തടി, കുത്ത്. എന്റെ ചോര കൂടി ഇവിടെ വീണ അതോളം മുടിയും ഈ കുടുംബം. അനു, ഈ തലയോടെ ഇറങ്ങി പോവാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തു പോകും. ആന്റി ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ പോവാടി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്ങാനും ഞാൻ ഈ വീട് വിൽക്കുന്നത് മുടക്കിയെന്നും സുശീല പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ നീയും നിന്റെ വീട്ടുകാരൊക്കെ പലരോടും പറഞ്ഞു നടന്നാലുണ്ടല്ലോ, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളോടല്ല, നിങ്ങളുടെ അച്ഛനോടായിരിക്കും, ആനന്ദമാഷിനോട്. ഇനി നീ അങ്ങോട്ട് വരുമല്ലോ.